ദേവി ഭാഗവതത്തിലെ സ്വാഹാ ചരിത്രമാണ് കേട്ടോ പറയുന്നത്. സ്വാഹാദേവി ആരുടെ പത്നിയാ? അഗ്നിദേവൻ്റെ പത്നിയാണ്. ഏത് മന്ത്രത്തിൻ്റെ അവസാനത്തിലും ദേവിയുടെ സ്വാഹ എന്ന നാമാക്ഷരങ്ങൾ ഉച്ചരിക്കൂല്ലേ? അതിനൊരു കാരണമുണ്ട്. എന്താണ്? സൃഷ്ടിയുടെ ആരംഭകാലത്ത് ദേവന്മാർ ബ്രഹ്മാവിനോട് ചോദിക്കും, എന്ത്? ഞങ്ങളുടെ ആഹാരത്തിനുള്ള മാർഗം എന്താണെന്ന് ചോദിക്കുന്ന. അപ്പം എന്താണ് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുക? ഭൂമിയിൽ നടത്തപ്പെടുന്ന ഹോമയാഗാദികളിൽ അർപ്പിക്കപ്പെടുന്ന ഹവിസ് നിങ്ങൾ ആഹാരമായി സ്വീകരിച്ചു കൊള്ളൂ എന്ന് പറയും. അന്ന് മുതൽ എന്താണ്? ഭൂതലത്തിൽ നടത്തുന്ന ഹോമയാഗാദികളുടെ ഹവിസ് മുടക്കം കൂടാതെ ആർക്ക് കിട്ടിത്തുടങ്ങും? ദേവന്മാർക്ക് കിട്ടിത്തുടങ്ങും. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. സ്ഥിതിഗതികളൊക്കെ ആകെ ഒന്നങ്ങോട്ട് മാറും. എന്താണ്? ദേവന്മാർക്ക് യഥാസമയം ഹവിർഭാഗം കിട്ടാതെയായി. അവരാകെ വിഷമിക്കും. എന്താണ്? ബ്രഹ്മാവിനെ ചെന്ന് രണ്ടാമതും കാണും. അപ്പോൾ പറയുന്നത്, ഭഗവാനെ, നിന്തിരുവടി സർവത്തിൻ്റെയും സൃഷ്ടികർത്താവും പിതാവും ആണല്ലോ. വാനവരായ ഞങ്ങളിപ്പം ഭൂമിയിലുള്ള മാനവരേക്കാൾ ദാരിദ്ര്യമുള്ളവരായി തീർന്നിരിക്കുന്നു എന്ന് പറയും. ആഹാരമായി നിന്തിരുവടി അനുവദിച്ചിട്ടുള്ള ഹവിസൊന്നും ഇപ്പോൾ ശരിയായിട്ട് ഞങ്ങൾക്ക് കിട്ടണമില്ല. എന്താണ് കാരണം? അഗ്നിയിലർപ്പിക്കുന്ന ഹവിസിനെ ഇവിടെ എത്തിച്ചു തരുവാൻ ആർക്ക് ശക്തിയില്ലാതെയായിട്ടുണ്ട്? അഗ്നിദേവന് ശക്തിയില്ല എന്ന് പറയുന്ന. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിർജ്ജരന്മാരെന്താവോ? നിർജീവന്മാരായി തീരുന്നു പറഞ്ഞു കൊടുക്കും. അപ്പം എന്താ? ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം എന്താ? പണ്ടത്തെ പോലുള്ള ശക്തി ഇപ്പോൾ അഗ്നിക്കില്ലാന്ന് ബ്രഹ്മാവിന് മനസ്സിലാവും കേട്ടോ. എന്താ? ശക്തിസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹമില്ലാതെ അഗ്നിക്ക് പൂർണ്ണ ശക്തി ലഭിക്കൂലെന്ന് ആർക്ക്? ബ്രഹ്മാവിന് മനസ്സിലാവും. അപ്പം ഇതിനെന്താ ഒരു പോംവഴി? അങ്ങനെ ആലോചിച്ചു കൊണ്ട് ബ്രഹ്മാവ് ഇരിക്കും. അപ്പം ബ്രഹ്മാവ് പരാശക്തിയെ മനസ്സിൽ ധ്യാനിക്കുന്ന. അപ്പം എന്താ? ദേവിയുടെ ഒരു അംശാവതാരാണ് ആര്? സ്വാഹാദേവി. അപ്പം ആ സ്വാഹാദേവി അതിസുന്ദരിയായൊരു തരുണീൻ്റെ വടിവിൽ ആരെ ഈ ദേവന്മാർക്ക് അദൃശ്യമായിട്ട് ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പം ബ്രഹ്മാവ് പറയും, എന്ത്? ദേവിയുടെ എന്ത് പറയൂ? ഭൂമിയിൽ നിന്നും ദേവകളുടെ ആഹാരമായ ഹവിസ് കിട്ടാതെ അവർ വളരെ കഷ്ടപ്പെടുകയാണെന്ന് പറയും. മഹർഷികളും മഹാബ്രാഹ്മണരും ഭക്തജനങ്ങളും അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസാണല്ലോ അവരെ ആഹാരം. അഗ്നിക്ക് എന്താണ്? ശക്തി ഇല്ലാത്തതിനാൽ എന്താണ്? അവർക്ക് ഒരു ആഹാരവും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പം ദേവി വന്യദേവനെ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന് ശക്തിയെ പ്രദാനം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണെന്ന് പറയും. ആര്? ബ്രഹ്മാവ് സ്വാഹാദേവിയോട് പറയുന്ന. അപ്പം സ്വാഹാദേവി ഒന്ന് മന്ദഹസിക്കൂ. എന്നിട്ട് പറയും, ബ്രഹ്മദേവ, അങ്ങ് സർവ്വം അറിഞ്ഞിരിക്കുന്ന ലോകപിതാവാണല്ലോ. ആ നിലയിൽ എൻ്റെ മനോഗതവും ഭഗവാൻ അറിഞ്ഞിരിക്കുമല്ലോ എന്ന് വിചാരിക്കുന്നതെന്ന് പറയും. എന്താ പറയണത്? ഞാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രേമ ആരാധികയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന. അദ്ദേഹത്തിൻ്റെ കളകോമള ശ്യാമള രൂപ സദാ ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടു, അദ്ദേഹത്തിൽ തന്നെ എന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടു ഏതെങ്കിലും ഒരു കാല ഭഗവാൻ എൻ്റെ ഭർത്താവാകണേന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു ഞാൻ എന്താണ്? എൻ്റെ മനോരമണനെ തന്നെ ആലോചിച്ചിട്ട് ജീവിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പം വേറൊരാളെ സ്വീകരിക്കാൻ ഭഗവാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കുക? അത് എത്ര അധർമ്മമാണെന്ന് ചോദിക്കും. അപ്പം ബ്രഹ്മദേവൻ എന്താണ്? ആശ്ചര്യപ്പെട്ടു. കാരണം എന്താ? ശ്രീകൃഷ്ണ ഭഗവാനിൽ ദേവി അനുരക്തയാണെന്നോ? എന്താണ്? വൈവസ്വത മനുവിൻ്റെ മന്വന്തരത്തിൽ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിലാണ് വിഷ്ണു കൃഷ്ണനായിട്ട് അവതരിക്കുക. അതെന്താണ്? ഒരു മന്വന്തര സംഭവ രഹസ്യമായിരിക്കും. 1000 വർഷങ്ങൾ കഴിഞ്ഞ് അവതരിക്കാൻ പോകുന്ന കൃഷ്ണൻ്റെ കമനീയ രൂപം ദേവി എങ്ങനെ കണ്ടു? വിഷ്ണുദേവൻ്റെ പൂർണ്ണകലകളോടുകൂടി ആ വിശ്വമോഹന രൂപം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ സ്ഥിതിക്ക് ഇല്ലാത്ത രൂപത്തെ കണ്ട് ദേവി എന്തിനാണ് പ്രേമവതിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ഭഗവാൻ വിചാരിക്കും. അപ്പം സഹാദേവി എന്ത് പറയും? ഭഗവാൻ വിചാരിക്കും മനസ്സിൽ. അപ്പം സഹാദേവി എന്ത് പറഞ്ഞു കൊടുക്കും? കൃഷ്ണാവതാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്കറിയാം. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ വിഷ്ണു ഭഗവാൻ എന്താണ്? കൃഷ്ണനായിട്ട്
അവതരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന ആ രൂപം, ശ്രീകൃഷ്ണ രൂപം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്ന് പറയും. എന്താണ് അതെങ്ങനെയാ ഭാഗ്യം ഉണ്ടായത്? മഹാലക്ഷ്മീൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് വിഷ്ണുദേവൻ താൻ കൃഷ്ണനായി അവതരിക്കുമ്പോൾ സ്വീകരിക്കുന്ന രൂപം എന്തായിരിക്കുമെന്ന് ഒരിക്കൽ കാണിച്ചു കൊടുക്കൂ. എന്താണ് വർണ്ണിക്കുന്നത്? അതിനെ പറ്റിയിട്ട് 100,000 മന്മഥൻ്റെ സൗന്ദര്യത്തോടും കമനീയമായ നീലക്കാർ മേഘവർണ്ണത്തോടും നീലിമയാർന്ന മയൂരപിഞ്ചങ്ങൾ വിളങ്ങി ത്രസിക്കുന്ന മണിരത്ന കിരീടത്തോടും മകരമഞ്ചുള മണികുണ്ഡലങ്ങളോടും ശ്രീവത്സാങ്കിത തിരുവക്ഷസ്സോടും വനമാല, കൗസ്തുഭമാല, തുളസിമാല ആദിയായ ദിവ്യഹാരങ്ങളോടും പൊൻകസവണിഞ്ഞ മനോഹരമായ മഞ്ഞപ്പട്ടുടയാടയോടും കനകകങ്കണ കിങ്കിണി കാഞ്ചി നൂപുരാദി ദിവ്യാഭരണ വിഭൂഷകളോടും ചെന്തളിർ ഖരമലരിലൊരു പൊന്നോട കുഴലോടും കാരുണ്യം വഴിയുന്ന ചെന്താമരക്കണ്ണുകളോടും ചന്ദ്രികാചർച്ചിതമായ സുന്ദര മന്ദസ്മിതം പൊട്ടിവിരിഞ്ഞു വിലസുന്ന ചെമ്പവിഴാതരങ്ങളോടും കൂടിയ ആ പുണ്യവിഗ്രഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ നിർവ്യാജ ഭക്തിയോടെ പ്രേമവതിയായിപ്പോയി. മായാലുണ്ടായ ആ രൂപം പെട്ടെന്ന് മറിഞ്ഞ്. എന്നാലും എൻ്റെ മനസ്സിൽ നിന്നായ ആ മായാരൂപം എന്തായി? മറിഞ്ഞില്ല. എന്നെങ്കിലും അങ്ങനെ ഒരു ദിവ്യാവതാരം ഉണ്ടാകുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയാകുവാൻ വേണ്ടി തപസ് അനുഷ്ഠിക്കുകയാണെന്ന് ആര് പറഞ്ഞു കൊടുക്കും? സ്വാഹാദേവി ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുക്കും. അപ്പം സഹാദേവി വിരിഞ്ചനെ വന്ദിച്ചിട്ട് ബ്രഹ്മാവിനെ വന്ദിച്ച് വീണ്ടും തപസ്സിനായിട്ട് പുറപ്പെടും. അപ്പം ബ്രഹ്മാവ് സന്തോഷിച്ച് ചിരിക്കുന്നത് നിഷ്കളങ്ക പ്രേമം കുടികൊള്ളുന്ന പുണ്യവതിയുടെ ഹൃദയത്തിൽ ദേവി അധിവസിക്കുന്നു. അങ്ങനെ സ്വാഹാദേവി ഹിമവൽ പാർശ്വത്തിൽ പോയി ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് കഠിനമായിട്ട് അങ്ങനെ തപസ് അനുഷ്ഠിക്കുകയാണ്. ഒരു ദിവസം ഏതാനും വർഷം കഴിഞ്ഞു. ഒരു ദിവസം ജഗന്മയനായ വിഷ്ണു ശ്രീകൃഷ്ണ രൂപത്തിൽ സ്വാഹാദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഭഗവാന്റെ അന്ധമറ്റ സൗന്ദര്യവിലാസം കണ്ടിട്ട് സ്വാഹാദേവി എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിക്കാൻ ഭാവിക്കുകയാണ്. നമസ്കരിക്കാൻ പോകുമ്പോൾ ബോധറ്റ് നിലത്ത് വീണു പോകും. ഇപ്പം ഭഗവാൻ തൻ്റെ തൃക്കണ്ണുകൾ തുറന്ന് കടാക്ഷപീയൂഷം പൊഴിച്ച് മോഹാലസ്യം മാറ്റി അവളെ ആശ്വസിപ്പിക്കും. എന്നിട്ട് എന്ത് പറയും? ദേവി, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നിൻ്റെ ആഗ്രഹം പോലെ എല്ലാം സാധിക്കുന്നു പറഞ്ഞു കൊടുക്കുന്ന. ഭാവിയിൽ നഗ്നചിത്ത് എന്ന കോസല നരേന്ദ്രൻ്റെ നന്ദിനിയായി നീ ജനിക്കും മകളായിട്ട്. അന്ന് നിന്നെ ഞാൻ പാണിഗ്രഹണം ചെയ്യുന്നതാണ്. അതാണ് സത്യഭാമ. അന്ന് ഞാൻ ആഗ്രഹം സാധിപ്പിച്ചു തരും. പക്ഷേ ഇന്ന് നീ എന്ത് ചെയ്യണം? ദേവകാര്യാർത്ഥം അഗ്നിദേവനെ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശക്തിയെ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നതാണ്. അപ്പം എന്ത് പറഞ്ഞു കൊടുക്കും? ദേവനായാലും ദേവിയായാലും വാനവനായാലും മാനവനായാലും ആരായാലും പരോപകാരം ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ ജന്മം വ്യർത്ഥാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ സ്വാഹാദേവി പറയുന്നത്, പ്രഭോ കരുണാനിധേ, ഒരാളെ പ്രേമിച്ച് മറ്റൊരാളെ വേൾക്കുന്നവൾ ശുദ്ധചരിതയാകുമോ? അവൾ പതിവ്രതയാണോ? അതവൾക്ക് ധർമ്മമാണോ? പുണ്യപ്രദാണോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ എന്ത് പറയും? ദേവി, മഹൽ തത്വം മനസ്സിലാക്കൂ. അഗ്നിയായത് ഞാനാണ്, ഞാൻ തന്നെയാണ് അഗ്നി. എൻ്റെ തേജസ്സാണ് അഗ്നി. എന്നിലുള്ള മായയെ അവലംബിച്ചു ഞാൻ പല രൂപങ്ങളും പല വേഷങ്ങളും സ്വീകരിക്കുന്നു എന്ന് മാത്രം. അഗ്നി മാത്രമല്ല, പഞ്ചഭൂതങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള സർവവും ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അദ്ദേഹം എന്താക്കും? അങ്ങനെ ഭഗവാൻ പറയുന്ന സമയം അദ്ദേഹത്തിൻ്റെ ചുറ്റും ഉഗ്രമായ ഒരു അഗ്നി അങ്ങനെ ഉജ്ജ്വലിച്ചാളിക്കത്തു. അതിൻ്റെ നടുവിൽ ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്നത് സ്വാഹാദേവി കാണുകയാണ്. അപ്പം തന്നെ ആ അഗ്നി ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യും. അപ്പം ദേവി ഭഗവാനെ ഭക്തിപൂർവ്വം തൊഴുതുകൊണ്ട് അറിയിക്കുന്നത്, ഭഗവാനെ, ഇന്തിരുവടി അരുളി ചെയ്തതുപോലെ എല്ലാം അവിടുത്തെ മായ തന്നെയാകുന്നു. ത്രിഗുണാത്മികയും ശക്തിസ്വരൂപിണിയുമായ ദേവി പരാശക്തിയും മായ തന്നെയാണ് അല്ലേ? സ്വാഹയായി നിൽക്കുന്ന ഞാനും ആ ദേവിയുടെ ഒരംശമായ മായ തന്നെ. പക്ഷേ ആശ എൻ്റെ മനസ്സിൽ തമസ് വർദ്ധിപ്പിച്ചതിനാൽ ഞാൻ ആ മായയെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന.
അപ്പം ഭഗവാൻ എന്തു പറയും? സ്വഹാദേവി അഗ്നി സൗന്ദര്യവും തേജസ്സും ഉള്ളൊരു ദേവനാണ്, നിനക്ക് അനുരൂപനായ ഭർത്താവുമാണ്. നീയും ഞാനും തമ്മിൽ ഇനിയും വളരെ ബന്ധങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്താണ്? എൻ്റെ കൃഷ്ണാവതാര കാലത്ത് കോസല രാജാവായ നഗ്നജിത്തിൻ്റെ പുത്രി സത്യ എന്ന നാമത്തിൽ നീ പിറക്കും. അന്ന് നിന്നെ ഞാൻ പാണിഗ്രഹണം ചെയ്യും. അതുപോലെ ത്രേതായുഗത്തിൽ ദശരഥപുത്രനായ രാമചന്ദ്രനായി ഞാൻ അവതരിക്കുന്ന അന്ന് മഹാലക്ഷ്മി എൻ്റെ പത്നിയായ സീതയായും പിറക്കും. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ലങ്കാധിപതിയായ രാവണൻ സീതാപഹരണത്തിനായി വരുമ്പോൾ സീതയെ ഞാൻ അഗ്നിയെ ഏൽപ്പിക്കുന്ന, അപ്പോൾ അവളെ സംരക്ഷിക്കേണ്ടവളും സൂക്ഷിക്കേണ്ടവളും പത്നിയായ ഭവതിയായിരിക്കും. അത് കഴിഞ്ഞിട്ടെന്താ? രാവണനെ വധിച്ചതിന് ശേഷം അഗ്നിയിൽ പ്രവേശിക്കുന്ന സീതയെ കൈത്തലത്തിലെടുത്ത് എന്നെ ഏൽപ്പിക്കുന്നതും ദേവി തന്നെ ആയിരിക്കും എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷനാവുന്ന തൽസ്ഥാനത്ത് ആര് പ്രത്യക്ഷപ്പെടും? തേജോമയഗാത്രനും സഹസ്ര മന്മഥസുന്ദരനുമായ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുന്ന തൽക്ഷണം തന്നെ യാതൊരു സന്ദേഹവും കൂടാതെ ആര് അഗ്നിദേവനും കൃഷ്ണനും ഒരാളാണെന്നുള്ള തത്വബോധത്തോടെ സ്വഹാദേവി വന്യദേവൻ്റെ കനകകാന്തി കലർന്ന കണ്ഠത്തിൽ എന്ത് ചാർത്തും? വരണമാല ചാർത്തുന്ന. ഇപ്പം ആകാശത്ത് നിന്ന് ദേവകൾ താഴേക്കിട്ട് കൊടുത്ത തൂമലർ മാല്യമായിരുന്നു അത്. കാരണം ദേവന്മാർക്ക് അവരെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ സ്വഹാദേവി അഗ്നിദേവനോടൊപ്പം ചേർന്നാലേ കഴിയുള്ളൂ അല്ലേ? ആ അവസരത്തിൽ അമരവൃന്ദം എന്താണ്? ഭയങ്കര സന്തോഷമായിട്ട് പുഷ്പവൃഷ്ടി ചെയ്യും. നാരദ ഗന്ധർവ കിംപുരുഷാദികൾ ഗാനവാദ്യങ്ങൾ മുഴക്കി നൃത്തങ്ങൾ ചെയ്യുകയും ചെയ്തു. സ്വാഹ അങ്ങനെ അഗ്നിഭഗ്നിയായി തീർന്നു. ആ ദേവി പാവകനോട് ചേർന്നതോടുകൂടി, അഗ്നിദേവനോട് ചേർന്നതോടുകൂടി ദഹനശക്തിയും ഉദ്വഹന ശക്തിയും അഗ്നിക്ക് വർദ്ധിച്ചു. അന്ന് മുതൽ എന്തായി? ദേവന്മാർക്കുള്ള ഹവിസ്സും ശരിയായ സമയം നീക്കം കൂടാതെ ലഭിച്ചു തുടങ്ങും. അങ്ങനെ സ്വഹാദേവി തൻ്റെ പതിയായ പാവകനിൽ ജ്യോതിർമയിയായും അഭിന്നയായും അദൃശ്യയായും വർത്തിച്ച് ശക്തിയെ പ്രദാനം ചെയ്തു. അന്ന് മുതലാണ് എല്ലാ മന്ത്രങ്ങളുടെ ഒടുവിൽ സ്വാഹാ ശബ്ദം ചൊല്ലി അഗ്നിയിൽ ഹവിസ് ഹോമിക്കപ്പെട്ടു വരുന്നത്. സ്വാഹാ ശബ്ദം അന്ത്യത്തിലില്ലാത്ത മന്ത്രം എന്താണ്? നിഷ്ഫലവും ശക്തിരഹിതവുമാണ് എന്നാണ് പറയുന്നത്. എന്താണ്? ഫലം നൽകാത്ത വൃക്ഷം നിന്ദ്യമാകുന്നത് പോലെ അന്ത്യത്തിൽ സ്വാഹാശബ്ദം ചേർത്ത് ജപിക്കാത്ത മന്ത്രങ്ങളും വിഫലങ്ങളും നിന്ദ്യങ്ങളുമായി തീരുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ആർക്ക് നൽകിയ അനുഗ്രഹമാണത്? സ്വഹാദേവിക്ക് നൽകിയ അനുഗ്രഹമാണത്. ഏത് മന്ത്രം നിന്റെ ശബ്ദം ചൊല്ലി ജപിച്ചാൽ മാത്രമേ ഫലം സിദ്ധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ സ്വഹാദേവിയുടെ മൂലമന്ത്രം ഏതു പ്രകാരമാണ്? ഓം ഹ്രീം ശ്രീം വന്യജായായൈ ദേവിയൈ സ്വാഹ. ഇതാണ് സ്വാഹാചരിത്രം, സ്വാഹാദേവിയുടെ കഥയാണ്. അത് അടുത്തതെന്താണ്? ദേവി ഭാഗവതത്തിലുള്ള കഥ എന്നോ ദക്ഷിണാദേവി ചരിത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് പറയട്ടെ. എന്തെങ്കിലും അറിയാതെ തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.